നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അച്ഛൻ സിനിമയിൽ നിന്ന് വിട പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ജെയ്സൺ സംവിധായകനായാണ് സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. സന്ദീപ് കിഷൻ നായകനാകുന്ന സിഗ്മ എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. ജെയ്സൺ സഞ്ജയുടെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ സിഗ്മയുടെ റിലീസ് മാറ്റിയേക്കും. ജൂലൈ 31-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സെൻസർ ബോർഡിന്റെ തടസ്സങ്ങൾ നീങ്ങി വിജയ് ചിത്രം ജനനായകൻ റിലീസിനൊരുങ്ങവെയാണ് സിഗ്മ റിലീസ് മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജൂലൈ 24-നാണ് ജനനായകൻ റിലീസ്. വിജയ് ചിത്രവുമായുള്ള ക്ലാഷ് ഒഴിവാക്കാനാണ് സിഗ്മയുടെ റിലീസ് മാറ്റാനുള്ള നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓഗസ്റ്റിൽ സിഗ്മ തിയേറ്ററിൽ എത്തിക്കാനാണ് നീക്കം. ജനുവരി 9-ന് പൊങ്കൽ റിലീസായി എത്തേണ്ടിയിരുന്ന ജനനായകൻ ഇനിയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. സെൻസർ പ്രതിസന്ധിയായിരുന്നു കാരണം. അതെല്ലാം പരിഹരിച്ച് റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ചിത്രം ഈ മാസം 24-ന് തിയേറ്ററുകളിൽ എത്തും എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് വിജയ് ആരാധകർ. അതേസമയം ജെയ്സണിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ സിഗ്മയുടെ നേരത്തെ തീരുമാനിച്ചിരുന്ന റിലീസ് തീയതി ജൂലൈ 31-നായിരുന്നു. അതായത് ജനനായകന്റെ പറയപ്പെടുന്ന റിലീസ് തീയതിയുടെ കൃത്യം അടുത്ത ആഴ്ച. എന്നാൽ ഇതേ കാരണത്താൽ സിഗ്മയുടെ റിലീസ് നിർമ്മാതാക്കൾ ഓഗസ്റ്റിലേക്ക് നീട്ടിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് വിജയ് അഭിനയിച്ച അവസാന ചിത്രമായാണ് ജനനായകൻ പരിഗണിക്കപ്പെടുന്നത്. ഇക്കാരണത്താൽ തന്നെ വമ്പൻ പ്രീ റിലീസ് ഹൈപ്പും ചിത്രത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ റിലീസ് നീണ്ടുപോയത് ആവേശത്തെ കുറച്ചിട്ടുണ്ട്. അതേസമയം ചിത്രം ഇനിയെങ്കിലും കാണാനാവുമെന്ന വാർത്തയെ പോസിറ്റീവായാണ് ആരാധകർ സ്വീകരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് റിലീസ് പ്ലാൻ ചെയ്തിരുന്ന ചിത്രം വിജയ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴാണ് ഒടുവിൽ തിയേറ്ററുകളിൽ എത്തുന്നത് എന്നത് കൗതുകകരമാണ്. എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം. അതേസമയം സന്ദീപ് കിഷനും ഫരിയ അബ്ദുള്ളയുമാണ് സിഗ്മയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. GKയും തമിഴ് കുമരനാണ് സിഗ്മയുടെ നിർമ്മാതാവ്. തമിഴ്നാട്ടിലും തായ്ലൻഡിലുമായാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്. അതിനിടെ ജെയ്സൺ അഭിനയത്തിലും അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം ഉടൻ റിലീസ് ചെയ്തേക്കുമെന്നാണ് വിവരം. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിഗ്മ നിർമ്മിക്കുന്നത്. GKയും തമിഴ് കുമരനാണ് ലൈക്ക പ്രൊഡക്ഷൻസിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം തന്നെയാവും ജെയ്സൺ നായകനായി അരങ്ങേറുന്ന ചിത്രവും നിർമ്മിക്കുക എന്നതാണ് വിവരം. സുഭാസ്കരൻ ആണ് സിഗ്മയുടെ നിർമ്മാതാവ്. സന്ദീപ് കിഷൻ നായകനാകുന്ന സിഗ്മ ഹീസ്റ്റ് എന്റർടൈനർ ആയാണ് ഒരുങ്ങുന്നതെന്നാണ് സൂചന. തമിഴ്നാട്ടിലും തായ്ലൻഡിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം രാജു സുന്ദരം, സമ്പത്ത് രാജ്, ശിവ് പണ്ഡിറ്റ്, അൻബുദാസൻ, യോഗ് ജാപി, മഹാലക്ഷ്മി സുന്ദരം, ഷീല രാജ്കുമാർ, കമലേഷ്, കിരൺ കൊണ്ട തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സിഗ്മയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. നവാഗത സംവിധായകനൊപ്പമാണ് ജോലി ചെയ്യുന്നത് എന്ന തോന്നൽ ജെയ്സണിനൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഛായാഗ്രാഹകൻ കൃഷ്ണൻ വസന്ത് പറഞ്ഞത്. 25 വയസ്സുകാരനായ ഒരു സംവിധായകൻ ഇത്രയും ക്ഷമയും വ്യക്തതയും ഉണ്ടെന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ചിത്രത്തിലെ നായകൻ സന്ദീപ് കിഷൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അഭിനയിക്കാൻ താൻ മകനെ നിർബന്ധിക്കില്ല എന്നും മക്കൾക്ക് അവരുടെ വഴി തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും മുൻപ് വിജയ് പറഞ്ഞിരുന്നു. മകൻ സിനിമയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അവന്റെ മനസ്സിൽ എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ്. അഭിനയിക്കാൻ താൻ ഒരിക്കലും നിർബന്ധിക്കില്ല എന്നുമായിരുന്നു വിജയുടെ വാക്കുകൾ. മക്കൾക്ക് തന്റെ പിന്തുണ എപ്പോഴും ഉണ്ടാകുമെന്നും എന്നാൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല എന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു. വിജയ്ക്ക് നടി തൃഷയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ ചൂടുപിടിച്ചപ്പോൾ തന്നെ ജെയ്സൺ തന്റെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പിതാവിനെ അൺഫോളോ ചെയ്തുകൊണ്ടായിരുന്നു ഇത്. സാധാരണയായി സിനിമാ പാരമ്പര്യമുള്ളവർ മാതാപിതാക്കളുടെ പ്രശസ്തി ഉപയോഗിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്റെ ആദ്യ ചിത്രമായ സിഗ്മയിൽ പിതാവിന്റെ പേര് ഒഴിവാക്കി വേറിട്ട പാത സ്വീകരിച്ചിരിക്കുകയാണ് സഞ്ജയ്. ജെയ്സൺ സഞ്ജയ് V എന്നായിരുന്നു അദ്ദേഹം ഇതുവരെ ഉപയോഗിച്ചിരുന്ന പേര്. ഇനി അത് ജെയ്സൺ സഞ്ജയ് S എന്നായിരിക്കുമെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഔദ്യോഗിക രേഖകളിലും ഒപ്പിലും ജെയ്സൺ സഞ്ജയ് S എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇതിലെ S എന്നത് അമ്മ സംഗീത സ്വർണലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സിനിമാ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയ് സംഗീത ബന്ധത്തിലുണ്ടായ വിള്ളലുകളാണ് മകന്റെ ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ജെയ്സൺ പങ്കെടുത്തിരുന്നില്ല. അമ്മ സംഗീതയ്ക്കും ദിവ്യയ്ക്കും ഒപ്പം ജെയ്സണും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഭാര്യ സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബക്ഷേമ കോടതിയിൽ ഹർജി നൽകിയതോടെയാണ് വിവാദങ്ങൾ പരസ്യമായത്. തെന്നിന്ത്യൻ നടി തൃഷയുമായുള്ള ബന്ധമാണ് ഇതിന് കാരണമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും സംഗീത കോടതിയിൽ നടിയുടെ പേര് നേരിട്ട് പരാമർശിച്ചിട്ടില്ല. എന്നാൽ വിജയും തൃഷയും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. വിജയ് തന്നെയും മക്കളെയും വീട്ടിൽ കയറാൻ അനുവദിക്കുന്നില്ല എന്നും വിധി വരുന്നതുവരെ താമസിക്കാൻ മറ്റൊരിടമില്ലെന്നും സംഗീത കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മക്കൾ രണ്ടുപേരും നിലവിൽ അമ്മയ്ക്കൊപ്പമാണ് താമസം. എന്തായാലും ഇരുവരും
തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ സജീവ ചർച്ചയാകുന്നതിനിടെ അച്ഛൻ വിജയെക്കുറിച്ച് ജെയ്സൺ പറയുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. വിജയുടെ ഒരു കടുത്ത ആരാധകൻ തന്നെ ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ടുപോയ കഥയാണ് സഞ്ജയ് പറയുന്നത്. ഒരു സിനിമാ സെറ്റിൽ വെച്ച് കണ്ട കുട്ടിയോടാണ് സഞ്ജയ് ഈ കഥ പങ്കുവച്ചത്. തമിഴ് മാധ്യമമായ ഗലാട്ടയാണ് വീഡിയോ പുറത്തുവിട്ടത്. കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് അച്ഛൻ വരാനായി കാത്തുനിൽക്കുകയായിരുന്നു സഞ്ജയ്. ഈ സമയം വിജയെ ഒന്ന് കാണാൻ കാത്തുനിന്ന ഒരു ആരാധകൻ അവിടെ ഉണ്ടായിരുന്നു. വിജയ് കാറിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നതോടെ താരം പുറത്തിറങ്ങാൻ വേണ്ടി ഈ ആരാധകൻ സഞ്ജയെ എടുത്തു മാറ്റുകയായിരുന്നു. എന്നാൽ തന്നെ ആരോ തട്ടിക്കൊണ്ടുപോവുകയാണെന്ന് കരുതി സഞ്ജയ് ഉറക്കെ കരയാൻ തുടങ്ങി. വിജയ് അടുത്തേക്ക് എത്തിയതോടെ ഈ ആരാധകൻ കുട്ടിയെ സുരക്ഷിതമായി കാറിന്റെ പിൻസീറ്റിൽ ഇരുത്തുകയും ചെയ്തു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ആൾ തന്നെയാണ് ആ ആരാധകൻ. അതേസമയം നിമിഷ നേരം കൊണ്ട് വീഡിയോ വൈറലായെങ്കിലും ഗലാട്ട ഈ വീഡിയോ പിൻവലിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിലെ കാരണം വ്യക്തമല്ല. എന്നാൽ ഇപ്പോൾ അച്ഛനും മക്കളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെയാണ് താമസിക്കുന്നത്. മക്കൾ രണ്ടുപേരും അമ്മയോടൊപ്പമാണ് താമസം. അമ്മയ്ക്കൊപ്പം അവർ ഹാപ്പിയാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദിവ്യ സാക്ഷയുടെയും ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗവും മകൾ ദിവ്യ സാക്ഷിയും ഉൾപ്പെടുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോയായിരുന്നു അത്. ഒരു അത്ലറ്റിക്സ് മത്സരത്തിനിടെയുള്ള ഇരുവരുടെയും വീഡിയോയാണ് പ്രചരിച്ചത്. മത്സരത്തിലെ ഓട്ടയിനത്തിൽ പങ്കെടുത്ത ദിവ്യ സാഷ ഫിനിഷിംഗ് ലൈൻ കടന്നതിന് പിന്നാലെ മൈതാനത്തിന്റെ ഒരു വശത്ത് നിന്നിരുന്ന അമ്മ സംഗീതയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. വലിയ പുഞ്ചിരിയോടെ മകളെ വരവേൽക്കുന്ന സംഗീതയുടെ മുഖത്തെ സന്തോഷവും അഭിമാനവും ആരാധകരുടെ മനസ്സ് കീഴടക്കുകയാണ്. അമ്മയും മകളും തമ്മിലുള്ള ഈ മനോഹര നിമിഷം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തിയിരുന്നത്. ലളിതമായതല്ലെങ്കിലും ഹൃദയസ്പർശിയായ ഈ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യവും ചെറിയ നിമിഷങ്ങളുടെ വിലയും ഓർമ്മിപ്പിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത്. ദിവ്യ അഭിനന്ദിക്കുന്നതോടൊപ്പം വിജയെ വിമർശിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മക്കളെ മറന്ന് എങ്ങനെ മറ്റൊരു സ്ത്രീക്കൊപ്പം സന്തോഷിക്കാൻ വിജയ്ക്ക് കഴിയുന്നു എന്ന തരത്തിലും കമന്റുകളുണ്ട്. അമ്മയോളം പോകുന്നൊരു തണൽ വേറെയുണ്ടോ? പകരം വെക്കാനില്ലാത്ത സ്നേഹം. അച്ഛൻ നടിക്കൊപ്പം ബർത്ത്ഡേ ആഘോഷം പൊടിപൊടിക്കുമ്പോൾ സംഗീത മകൾ സാക്ഷിക്ക് മത്സരത്തിൽ മുന്നേറാൻ പ്രചോദനം നൽകുന്നു. വിജയ്ക്ക് എങ്ങനെ കഴിയുന്നു മക്കളെയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷത്തിന്? ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് വിജയോട് വിയോജിപ്പുള്ളത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ കുറിച്ചത്. അതേസമയം സംഗീതയുടെയും മകളുടെയും വീഡിയോ 3 വർഷം പഴക്കമുള്ളതാണെന്നും ചിലർ കുറിക്കുന്നുണ്ട്. മകളുടെ വീഡിയോ 2023 സ്കൂളിൽ പഠിക്കുന്ന ടൈമിലുള്ളതാണെന്നും ഇപ്പോൾ ആ കുട്ടി അമേരിക്കയിലെ കോളേജിലാണെന്നും ചിലർ കുറിക്കുന്നുണ്ട്. അതേസമയം വിജയ്ക്ക് പിറന്നാൾ ആശംസിച്ച് തൃഷ പങ്കുവച്ച ഫോട്ടോ AI ജനറേറ്റഡ് ആണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിജയുടെ ഷർട്ടും ലുക്കും 2024 വിജയ് അതേ ഷർട്ടിലും ലുക്കിലുമുള്ള വേറെ കുറെ ഫോട്ടോസ് 2024 ഫാൻസിന്റെ കൂടെ എടുത്തിരുന്നു എന്നാണ് ഒരാൾ കുറിച്ചത്. അതേസമയം ഖുഷ്ബു സുന്ദറിന്റെ മകളുടെ വിവാഹത്തിന് വിജയും തൃഷയും ഒന്നിച്ചെത്തും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. വിജയെ അനിയന്റെ സ്ഥാനത്ത് കാണുന്ന ഖുഷ്ബു കുടുംബത്തോടൊപ്പം ചെന്നാണ് വിജയെ വിവാഹത്തിന് ക്ഷണിച്ചത്. തൃഷയും ഖുഷ്ബുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു പ്രൊഡ്യൂസറുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്തത് പോലെ ട്വിന്നിംഗ് ഡ്രസ്സ് ധരിച്ച് തൃഷയും വിജയും എത്തുമെന്നായിരുന്നു പലരുടെയും ധാരണ. എന്നാൽ അത് നടന്നില്ല. വിജയ് വിവാഹത്തിന് പങ്കെടുത്തിട്ടില്ല. പകരം ചെന്നൈയിൽ നടന്ന ലഹരി വിരുദ്ധ മാരത്തണിൽ പങ്കെടുക്കാനാണ് താരം തീരുമാനിച്ചത്. ഒരു നടൻ എന്നതിലുപരി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിലുള്ള വിജയുടെ ഈ നീക്കം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.